നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ ആദ്യം നോക്കാം. പാഴ്സൽ ലോറിയിൽ MDMA കടത്തിയ കേസിലെ വലപ്പാട് സ്വദേശി ബംഗളൂരുവിൽ പിടിയിൽ. വാടനപ്പള്ളിയിൽ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച സ്കൂൾ ബസ് കടയിലേക്ക് പാഞ്ഞുകയറി. കനത്ത കാറ്റിൽ കയ്പമംഗലത്ത് വീടിന് മുകളിൽ തെങ്ങ് വീണു. വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം. പാഴ്സൽ ലോറിയിൽ MDMA കടത്തിയ കേസിലെ പ്രധാന കണ്ണി വലപ്പാട് സ്വദേശി അജ്മൽ ബംഗളൂരുവിൽ പിടിയിലായി. പാഴ്സൽ ലോറിയിൽ രാസലഹരി കടത്തിയ കേസിൽ ഒളിവിലായിരുന്ന പ്രധാന പ്രതി വലപ്പാട് മുരിയാംതോട് സ്വദേശി പോക്കാക്കില്ലത്ത് അജ്മലാണ് പിടിയിലായത്. മെയ് 22-ന് 1/4 കിലോയോളം MDMAയും LSD സ്റ്റാമ്പുകളുമായി ചന്ദ്രാപിന്നി എടമുട്ടം പുളിഞ്ചോട് സ്വദേശി മംഗലത്ത് വീട്ടിൽ മുഹമ്മദ് ഫാസിൽ പിടിയിലായിരുന്നു. കളമശ്ശേരി ആസ്ഥാനമായുള്ള എയർ കാർഗോ പാഴ്സൽ കമ്പനിയിലെ ഡ്രൈവറായ മുഹമ്മദ് ഫാസിൽ ഓടിച്ചിരുന്ന ലോറിയിലെ കാർഗോ ബോക്സുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കണ്ടെടുത്ത ലഹരിമരുന്ന്. 198.8 ഗ്രാം MDMAയും 4 LSD സ്റ്റാമ്പുകളും നേരത്തെ പിടിച്ചെടുത്തിരുന്നു. റിമാൻഡിൽ കഴിയുന്ന ഫാസിലിനെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ലഹരിമരുന്ന് ഇടപാടുകൾ സംബന്ധിച്ച് വ്യക്തത ലഭിച്ചത്. ബംഗളൂരുവിൽ വെച്ചാണ് പോലീസ് പ്രതിയെ പിടികൂടിയത്. ലഹരിമാഫിയയുടെ പ്രധാന കണ്ണിയും തൃശൂർ, എറണാകുളം ജില്ലകളിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നയാളുമാണ് അജ്മൽ. നാഷണൽ പെർമിറ്റ് ലോറിയിൽ ഡ്രൈവറായി ബംഗളൂരുവിലേക്കും മറ്റും സ്ഥിരമായി പോകുന്നതിനിടെയാണ് കേരളത്തിലേക്ക് കടത്താനുള്ള ലഹരിമരുന്ന് ശേഖരിക്കുന്നത്. തുടർന്ന് കുടിവെള്ള വിതരണത്തിന്റെ മറവിലാണ് സംസ്ഥാനമൊട്ടാകെ ലഹരിമരുന്ന് ചില്ലറ വിൽപ്പന നടത്തുന്നതെന്നും പോലീസ് പറഞ്ഞു. കൊടകര പോലീസ് SHO ജെർലിൻ വീസ്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വാടനപ്പള്ളിയിൽ സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ച സ്കൂൾ ബസ് കടയിലേക്ക് പാഞ്ഞുകയറി. വിദ്യാർത്ഥികളും യാത്രക്കാരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കണ്ടശങ്കടവ് സെന്റ് മേരീസ് കോൺവെന്റ് ഹൈസ്കൂളിന്റെ ബസ്സാണ് ബുധനാഴ്ച രാവിലെ തിരക്കേറിയ വാടനപ്പള്ളി സെന്ററിന് തെക്ക് ഫാൻസി റോഡിന് സമീപം അപകടത്തിൽപ്പെട്ടത്. വിദ്യാർത്ഥികളെ കയറ്റിപ്പോയിരുന്ന സ്കൂൾ ബസ് മറ്റു കുട്ടികളെ എടുക്കാൻ ദേശീയപാതയിൽ നിന്ന് ഫാൻസി റോഡിലേക്ക് വളച്ചതോടെയാണ് സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. നിയന്ത്രണം വിട്ട സ്കൂൾ ബസ് സമീപത്തെ കടയിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. സ്കൂൾ ബസിന്റെ മുകൾ ഭാഗം തകർന്നെങ്കിലും വിദ്യാർത്ഥികളടക്കം ആർക്കും കാര്യമായ പരിക്കില്ല. സമീപത്ത് ഉണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടതുകൊണ്ടും കടയുടെ സമീപം ആളുകൾ ഇല്ലാതിരുന്നതിനാലും വലിയ അപകടമാണ് ഒഴിവായത്. കുട്ടമംഗലം ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ IV ദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. എഴുത്തുകാരി ചാന്ദിനി സുധീർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബാപ്പു വലപ്പാട് അധ്യക്ഷത വഹിച്ചു. IV ദാസിന്റെ ജീവിതവും പ്രവർത്തന മേഖലയും കുറിച്ച് വിഷയാവതരണം നടത്തി. എഴുത്തുകാരി ലിൻഡ ജാനകി, കുട്ടമംഗലം ഗ്രാമീണ വായനശാല സെക്രട്ടറി ജാൻസി ജേക്കബ്, ഇക്ബാൽ കുട്ടമംഗലം, സുബൈദ അബ്ദുൽ ജബ്ബാർ, സംഗീത കൃഷ്ണൻ, NR ഖാൻ ജൂലിയറ്റ് എന്നിവർ സംസാരിച്ചു. ഭുവനദാസ് എന്ന മഹത് വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ കൃതികളും എല്ലാം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാൻ, ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കതറിയാം, അദ്ദേഹത്തെക്കുറിച്ച് അറിയാമായിരിക്കാം. എങ്കിലും കണ്ണൂർ ജില്ലയിലെ മുക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് 1932 അദ്ദേഹത്തിൻ്റെ ജനനം. അധ്യാപകനായിരുന്നു. കൃഷി വകുപ്പിൽ ഗുമസ്തനായിട്ടും ജോലി ചെയ്തിട്ടുള്ള അദ്ദേഹം സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒട്ടനവധി സംഭാവനകൾ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ചന്ദ്രാപിന്നി SN വിദ്യാഭവൻ സ്കൂൾ പാർലമെന്റ് അധികാരമേറ്റു. ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള ഭരണ സംവിധാനം പരിചയപ്പെടുക എന്ന നിലയിൽ ഇലക്ഷൻ നടത്തിയാണ് സ്കൂൾ കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. സ്കൂൾ ഹെഡ് ബോയ് റിസാൽ റാനസ്, ഹെഡ് ഗേൾ അർത്തന KR, ജനറൽ ക്യാപ്റ്റൻ പ്രയാഗ് PB, കൾച്ചറൽ ക്യാപ്റ്റൻ ജാനകി സുരേഷ്, സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ തന്മയ മനോജ്, അസിസ്റ്റന്റ് ക്യാപ്റ്റന്മാർ
വിവിധ ഹൗസ് ക്യാപ്റ്റന്മാർ, അസിസ്റ്റന്റ് ഹൗസ് ക്യാപ്റ്റന്മാർ എന്നിവർ സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരമേറ്റു. SNE&C ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് അധ്യക്ഷനായി. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ KS മുഹമ്മദ് ഹാരിഷ് മുഖ്യാതിഥിയായി സംബന്ധിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ യാമിനി ദിലീപ്, വൈസ് പ്രിൻസിപ്പാൾ ജിജി കെ, ഹൈസ്കൂൾ HM സുലജ NK, ട്രസ്റ്റ് സെക്രട്ടറി MS പ്രദീപ്, ട്രഷറർ TS വിജയരാഘവൻ, ജോയിന്റ് സെക്രട്ടറി രാജ്കുമാർ കരുവത്തിൽ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, വിവിധ സെക്ഷൻ HMമാരായ സന്ധ്യ പ്രജോദ്, മിനി LP, ലെനിയ, ഹേമ ദിനേഷ് എന്നിവർ സംസാരിച്ചു. ഇവിടെ കൂടിയിരിക്കുന്ന ടീച്ചേഴ്സൊക്കെ ഏതാണ്ട് 70-80 മോഡലിലായിരിക്കാം. ഈ വണ്ടിയുടെയൊക്കെ മോഡൽ പറയുന്നവരാണ് പറയുക. ഇപ്പം പ്രായത്തിൻ്റെ ഒരു ധാരണ കുട്ടി കാണും. ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും സ്കൂളിൽ വിടുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് വിടുമ്പോൾ ഭയം വളരെ കുറച്ച് കാര്യങ്ങളായിരുന്നു. ഒന്ന്, മര്യാദയ്ക്ക് പഠിക്കുമോ? 2, ക്ലാസ് കട്ട് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുമോ? സൈക്കിളിൽ വിൽക്കുന്ന ആ ടൈം ഐസൊന്നും ഇപ്പം കാണുന്നില്ല. പോയിട്ടുണ്ട്. സൈക്കിളിൻ്റെ ഒരു മണിയടിയുണ്ട്, ഐസുകാരൻ വരും. അത് വാങ്ങിച്ചു തന്ന അസുഖം വല്ലതും വരുമോ? ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ആഹ്ലാദങ്ങളായിരുന്നു ഞങ്ങളുടെ പേരൻസ് ഉണ്ടായിരിക്കുക. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്കൂളിൽ നിന്ന് എൻ്റെ അധ്യാപിക എനിക്ക് തല്ല് തന്ന വീട്ടിൽ വന്ന് പറയാൻ പേടിയാണ്. കാരണം വീട്ടിൽ വന്ന് പറയുന്ന നിമിഷം അത്തച്ചി പാടും. ചോദ്യമൊന്നുമില്ല, ആദ്യം ഒരു അടിയാണ് തരിക. കാരണം സ്കൂളിൽ നിനക്ക് തല്ലിയിട്ടുണ്ടെങ്കിൽ നിന്റെ തന്നെ കുഴപ്പമായിരിക്കും അന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സംശയം ഇവരോട് ചോദിച്ചാൽ മതി. അതിനാണ് ഇപ്പോഴത്തെ കാലത്ത് സ്കൂളിൽ നിന്ന് തല്ലി കിട്ടിയെന്ന് കുട്ടി വീട്ടിലെന്ന് പറഞ്ഞാൽ ഉടനെ വാട്സപ്പിൽ സ്കൂളിലെ ഗ്രൂപ്പിലിടുന്നു. സാറിനെ വിളിച്ച് എന്തിനാണ് കുട്ടിയെ തല്ലിയെന്ന് ചോദിക്കുന്നു. മാത്രമല്ല, വളരെ വിചിത്രമായ കാര്യം, എൻ്റെ കുട്ടി തെറ്റ് ചെയ്താണ് എന്നങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ ഈ ജോലിയിൽ നിന്ന് എനിക്ക് എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ടീച്ചേഴ്സായ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്നവർക്ക് എത്രമാത്രം എക്സ്പീരിയൻസ് എന്നറിയാം. നാട്ടിക ബീച്ച് ഗ്രാമീണ ഗ്രന്ഥശാലയുടെ വായന പക്ഷാചരണം സമാപനം നാട്ടിക ബീച്ച് ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ഗ്രന്ഥശാല കോർഡിനേറ്റർ PK സുധർമ്മൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം BB ചിദംബരൻ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാളം അധ്യാപകൻ രാംലാൽ KG മുഖ്യാതിഥിയായി സംബന്ധിച്ചു. ഗ്രന്ഥശാല എക്സിക്യൂട്ടീവ് അംഗം TK ഹരിദാസ്, IB ദാസ് അനുസ്മരണം നടത്തി. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം PV ദിലീപ് കുമാർ, യുവതാവേദി സെക്രട്ടറി MB സ്കന്ദരാജ് എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം നോക്കാം. എന്താ നടക്കുന്നേ? സൂപ്പർ ഡീൽസ്, സൂപ്പർ സെയിൽ, 50% വരെ ഓഫറുകൾ. ജൂലൈ 9 മുതൽ 12 വരെ മാത്രം. നിങ്ങളുടെ പ്രിയപ്പെട്ട ബ്രാൻഡുകൾ ഇപ്പോൾ അതിശയകരമായ വിലക്കുറവിൽ. കുറഞ്ഞ വില, കൂടുതൽ സന്തോഷം. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി തൃപ്രയാർ ഷോറൂമുകളിൽ മൺസൂൺ ഓഫർ. എല്ലാ ദിവസവും നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. AJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. Geeta Ravi Public School, the joy of learning.
നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. ചാവക്കാട് താലൂക്ക് വായനാ പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും സംഘടിപ്പിച്ചു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് ഗീതാഗോപി MLA ഉദ്ഘാടനം ചെയ്തു. നാട്യ ഗ്രന്ഥശാല എന്നറിയപ്പെടുന്ന നാട്യ ലൈബ്രറിക്ക് പുതിയ കെട്ടിടങ്ങളും അതിനാവശ്യാനുസരണം പുസ്തകങ്ങളും നമ്മുടെ തീരദേശ മേഖലയിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ആവശ്യം കൂടി ഗ്രന്ഥശാല നാട്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഈ വേദിയിലും ഈ ലൈബ്രറിയുമായി ബന്ധപ്പെടുത്തിയിട്ട് വളരെ ജനകീയമായി തീരദേശ മേഖലയിൽ നമ്മുടെ ഇത്തരത്തിലുള്ള ലൈബ്രറികൾ അടിസ്ഥാനപരമായിട്ട് തന്നെ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ജനുവനായിട്ട് അതിൻ്റെ പുരോഗതിക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് തയ്യാറാണ്. പ്രൊഫസർ C. രവീന്ദ്രനാഥ് MLA മുഖ്യപ്രഭാഷണം നടത്തി. KP വിനോദ് അധ്യക്ഷനായി. താലൂക്ക് സെക്രട്ടറി KA വിശംഭരൻ, ലൈബ്രറി കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം VV ചിദംബരൻ, PG സുബിദാസ്, അഡ്വക്കേറ്റ് VD പ്രേംപ്രസാദ്, PV ദിലീപ് കുമാർ, അരവിന്ദൻ പണിക്കശ്ശേരി എന്നിവർ സംസാരിച്ചു. ആധുനിക വായനാ സങ്കല്പം വേണം എന്ന് ഉറക്കെ പറഞ്ഞിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആധുനിക വായനാ സങ്കല്പം എന്താണ് എന്നും അതെങ്ങനെയാകണം എന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ട സാഹചര്യം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കാരണം മാധ്യമങ്ങൾ പൊതുവിൽ പുരോഗമന ആശയത്തിനെതിരായി നിൽക്കുക. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവൻ അതാണ്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കേരള ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് IN സുധീഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുജിത് MS, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ CB സുനിൽകുമാർ, രജീന രാജു എന്നിവർ സംസാരിച്ചു. ആയുർവേദ, ഹോമിയോ, അലോപ്പതി എന്നീ വിഭാഗങ്ങളിലായി ഡോക്ടർമാരുടെ സേവനവും മരുന്നും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കി. അന്തിക്കാട് KGM സ്കൂളിൽ അബാക്കസ് ക്ലാസുകളുടെ ഉദ്ഘാടന ചടങ്ങ് നടത്തി. അന്തിക്കാട് KGM സ്കൂളിൽ അബാക്കസ് ക്ലാസുകളുടെ ഉദ്ഘാടന ചടങ്ങ് നടത്തി. വിദ്യാർത്ഥികളുടെ ബൗദ്ധിക വികാസത്തിനും ഗണിതശേഷി, ഏകാഗ്രത, ഓർമ്മശക്തി, യുക്തിചിന്ത എന്നിവ വളർത്തുന്നതിനും ലക്ഷ്യമിട്ടാണ് അബാക്കസ് പരിശീലനത്തിന് തുടക്കമിട്ടത്. വാർഡ് മെമ്പറും മുൻ അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റുമായ AV ശ്രീവത്സൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ഷിബിൻ VS ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗാമ അബാക്കസിന്റെ സ്ഥാപകനും CEOയുമായ ഡോക്ടർ K. നകുലനാഥൻ മുഖ്യാതിഥിയായി. പ്രധാനാധ്യാപകൻ ജോഷി D. കൊള്ളന്നൂർ, പ്രോഗ്രാം കോർഡിനേറ്റർ നീതു ടീച്ചർ എന്നിവർ സംസാരിച്ചു. അബാക്കസുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയാനൊന്നും ഞാൻ ആളല്ല. മാഷ് പറഞ്ഞു, കഴിഞ്ഞ ഇതിൽ തന്നെ ഒരുപാട് കുട്ടികൾ ഇതിൽ പങ്കെടുത്ത് ഇത് നേടിയതാണെന്നുള്ളത്. എന്തായാലും കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് കണക്കിലൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക്, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് കണക്ക് ടീച്ചറും ഹിന്ദി ടീച്ചറൊക്കെയാണ് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത്. കാരണം നമുക്ക് കണക്ക് വലിയ ഇതുള്ളതല്ല. കാരണം അന്നത്തെ പഠനമല്ല ഇന്നിപ്പോൾ സ്കൂള് പഠനത്തിനപ്പുറത്താണ് അബാക്കസൊക്കെ. ഞാനിപ്പോൾ ചോദിക്കായിരുന്നു, നിർബന്ധമായിട്ട് സ്കൂളിൽ വേണ്ടതാണോ? അല്ല. പക്ഷേ എല്ലാതും പഠനത്തിനപ്പുറത്ത് കുട്ടികളുടെ പൊതുവിലുള്ള മാനസികമോ ശാരീരികമായ വളർച്ചയ്ക്ക് ആവശ്യമായ
ഘടകങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിദ്യാഭ്യാസം കൊണ്ട്. 2 less 3 2 1 less 5 less 1 5 less 6 5 that is 7 wait 9 less 2 1 1 less 5 5 less 3 2 less 6 2 that is 4 CPI അന്തിക്കാട് ചടയമുറി വെസ്റ്റ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ VK വിനോദൻ 4ാം ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. CPI അന്തിക്കാട് ചടയമുറി വെസ്റ്റ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ VK വിനോദൻ 4ാം ചരമവാർഷിക ദിനാചരണവും പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. മുൻ കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ചടയമുറി വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സജീഷ് TM അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, KM കിഷോർകുമാർ, CK കൃഷ്ണകുമാർ, TK മാധവൻ, സലീഷ് TM, VS ഷിബിൻ, NG ശോഭിൻ, ജ്യോതിലക്ഷ്മി വസന്തൻ, VR മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചടങ്ങിൽ ഫലവൃക്ഷത്തൈകൾ വിതരണം ചെയ്തു. വെറുതെ ആരെങ്കിലും നടത്തിയല്ല, നേരിട്ട് BJPയുടെ നേതാവും പ്രധാനമന്ത്രിയായിട്ടുള്ള ആളാണ് അവിടെ വിഗ്രഹത്തിന് ജീവൻ എന്തായാലും പേര് പറയല്ലോ പ്രാണപ്രതിഷ്ഠ നടത്തി കൊടുത്തത്. പ്രാണപ്രതിഷ്ഠ വെച്ചാൽ ഈ വിഗ്രഹത്തിന് ജീവനിപ്പിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ പ്രാണപ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ആളാരാ? പ്രധാനമന്ത്രിയാണ്. ഒരക്ഷരം മിണ്ടല്ലോ ആള്. എത്ര കോടി, ആയിരക്കണക്കിന് കോടിയാണ് അവിടുന്ന് RSകാർ കട്ടുകൊണ്ട്. ഇപ്പോഴേ പ്രധാനമന്ത്രിയുടെ തന്നെ മണ്ഡലത്തിലെ വേറൊരു വലിയൊരു അമ്പലത്തിലും കളവ് നടന്നായിട്ട് പറയുന്നു. എന്താ സംഭവം? ബദ്രീനാഥിലെ സംഭാവന വിരിക്കുന്നൊക്കെ ഇവിടുന്ന് കൊടുക്കുന്ന വെള്ളിക്കെട്ടികളും സ്വർണ്ണക്കെട്ടിലും കാണാനില്ല. അധികം കാലമായിട്ടുള്ള അമ്പലം തുടങ്ങിയിട്ട് ആരായിൻ്റെ ആൾക്കാർ വിശ്വഹിന്ദു പക്ഷത്തിന്റെ ചമ്പക്രായി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ RSSന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരാണ്. പ്രധാനമന്ത്രി ഏറ്റവും അടുത്ത ആൾക്കാരാണ്. RSSന്റെയും BJPയുടെയും വിശ്വഹിന്ദു പക്ഷത്തിന്റെയും നേതാക്കന്മാർ മാത്രം ഭരിക്കുന്ന അയോധ്യയിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്ത്, സ്വർണം, പണം എന്നിവ ആരെ മോഷ്ടിച്ചിരിക്കുക? RSകാർ മോഷ്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ശ്രീരാമനും വിശ്വാസം എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു മാർഗമാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് RSS ആണ്. അവർക്കറിയാം ദൈവത്തിലല്ല ഒരു വിശ്വാസം. ദൈവവിശ്വാസികളെ ആ വിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള പണിയാണ് അവർ നടത്തുന്നത്. ഇത് മനസ്സിലാക്കാൻ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ ആളുകൾക്ക് കഴിയുന്നില്ല. അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും വിശ്വാസത്തിനെതിരല്ല. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും മതങ്ങളെ തള്ളിപ്പറഞ്ഞവരല്ല. നമ്മൾ ഇവിടുത്തെ ഉച്ചനീചത്വങ്ങൾക്കെതിരായിട്ടും ജനങ്ങളുടെ സമത്വത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇത് ആർക്കെങ്കിലും സംശയം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് AKPA തൃപ്പയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരത്തിന്റെ ഭാഗമായി നാട്ടിക SN ട്രസ്റ്റ് സ്കൂളിൽ പ്രവചന മത്സര ബോക്സ് കൈമാറി. AKPA ജില്ലാ കമ്മിറ്റി അംഗം സക്കീർ CM പ്രവചന മത്സര ബോക്സ് സ്കൂൾ പ്രിൻസിപ്പാൾ ജയാബിനിക്ക് കൈമാറി. മേഖലാ കോർഡിനേറ്റർ രാജേഷ് നാട്ടിക പ്രവചന കൂപ്പണുകൾ സ്കൂൾ അധികൃതർക്ക് വിതരണം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് PSP നസീർ, യൂണിറ്റ് ട്രഷറർ ഷഫീൽ ഫണ്ടാസിയ, യൂണിറ്റ് സെക്രട്ടറി രാനിഷ് K രാമൻ, മേഖലാ ഇൻഷുറൻസ് കോർഡിനേറ്റർ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു. ലോകകപ്പിൽ ആര് കപ്പ് നേടുമെന്ന തീരദേശത്തിൻ്റെ ഏറ്റവും അഭിമാനമായ ഓൾ കേരള ഫോട്ടോഗ്രാഫി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു പ്രവചന മത്സരം SN ട്രസ്റ്റിൽ നടത്തുക. ഇന്ന് ഈ ബോക്സ് ഇവിടെ വയ്ക്കുന്നതോടുകൂടി കുട്ടികൾക്ക് അതിൽ ആരാണ് വിജയിക്കാൻ പോകുന്ന, ലോകകപ്പിൽ ആര് കപ്പ് നേടുമെന്നതിൻ്റെ അവസാന നിമിഷം വരെ വളരെ ത്രസിപ്പിക്കുന്ന, നമുക്കറിയാം ഇന്നലത്തെ കളി തന്നെ ഏറെ വളരെ സന്തോഷത്തോടെയാണ് നമ്മൾ കളി കണ്ടത്. ചില ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു കളിക്കാരനാണെങ്കിൽ പോലും. പക്ഷേ എന്തായാലും ശരി, ഇത് SN ട്രസ്റ്റിൽ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ പ്രിൻസിപ്പൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ടുള്ളത്. ലോകം ഒരു പന്തോളം ചുരുങ്ങി, ഒരു പന്തിന് ചുറ്റും കറങ്ങുന്ന ഈ 1.5 മാസത്തോളം വരുന്നൊരു സമയം മുൻ വേൾഡ് കപ്പോളെ അപേക്ഷിച്ച് 32 ടീമിൽ നിന്ന് 48 ടീമുകളെ മത്സരം ആരംഭിക്കുകയും ഇപ്പോൾ ചുരുങ്ങി അതിൻ്റെ ക്വാർട്ടർ ഫൈനൽ ലെവലിലേക്ക് എത്തിയ സമയത്ത് കൃത്യമായി കുട്ടികൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ, അല്ലെങ്കിൽ ആദ്യമേ തന്നെ ഈ ബോക്സ് കൊടുത്തുകൊണ്ട് 48 ടീമിനെ പ്രവചിക്കുന്ന രീതിയിലേക്ക് കുട്ടികളുടെ എത്തിക്കാതെ കൃത്യമായ രീതിയിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലേക്ക് എത്തുന്ന ഒരു നിമിഷത്തിലേക്ക് വേണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ടാണ് ക്വാർട്ടർ ഫൈനൽ സമയത്തിലേക്ക് ഈ ബോക്സോടെ ഞങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചത്.
ഒരിടവേള കൂടി. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 23 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമായ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom ഫിനാൻസ്, BCom കോഓപ്പറേഷൻ, BBA, BCA കോഴ്സുകളോടൊപ്പം ഈ അധ്യയന വർഷം മുതൽ ഡിഗ്രിക്കൊപ്പം പ്രൊഫഷണൽ സ്കിൽസും ജോലിയും നേടാൻ സാധിക്കുന്ന ആഡ് ഓൺ കോഴ്സുകൾ ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, സൈബർ സെക്യൂരിറ്റി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, എത്തിക്കൽ ഹാക്കിംഗ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്നിവ നാട്ടികയുടെ മണപ്പുറത്തിൽ NES കോളേജിൽ മാത്രം. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. ഫോൺ 9745782120, 048724022020. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. വീണ്ടും വാർത്തകളിലേക്ക്. കനത്ത കാറ്റിൽ കയ്പമംഗലത്ത് വീടിന് മുകളിൽ തെങ്ങ് വീണു. കനത്ത കാറ്റിൽ കയ്പമംഗലത്ത് വീടിനു മുകളിൽ തെങ്ങ് വീണു. കയ്പമംഗലം 16-ാം വാർഡിൽ ഡോക്ടർ പടി കിഴക്ക് ഇരിങ്ങത്തുരുത്തി സുബ്രഹ്മണ്യന്റെ വീടിനു മുകളിലാണ് തെങ്ങ് വീണത്. ചൊവ്വാഴ്ച രാത്രിയിലാണ് തൊട്ടടുത്ത പറമ്പിലെ തെങ്ങ് വീടിനു മുകളിൽ വീണത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയായത് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ MLA പ്രൊഫസർ KU അരുണൻ. കേരളീയരുടെ രാഷ്ട്രീയ സാംസ്കാരിക മുന്നേറ്റത്തിന് അടിത്തറയായത് ആഴമേറിയ വായനാ സംസ്കാരമാണെന്ന് മുൻ MLA പ്രൊഫസർ KU അരുണൻ പറഞ്ഞു. എടത്തിരുത്തി KC കാളിക്കുട്ടി സ്മാരക സാംസ്കാരിക നിലയത്തിൽ നടന്ന കൊടുങ്ങല്ലൂർ താലൂക്ക് തല വായനാ പക്ഷാചരണ സമാപന സമ്മേളനത്തിൽ IV ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഗ്രാമങ്ങളിലെ ഗ്രന്ഥശാലകൾ വായനയെ ജനകീയമാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചിട്ടുണ്ടെന്നും ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ച് സംസ്ഥാനത്തുടനീളം വായനാ സംസ്കാരം വളർത്തുന്നതിൽ കേരള ലൈബ്രറി കൗൺസിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തിൽ വിശ്വനാഥൻ മങ്ങാട്ട് രചിച്ച ദ സൺഫ്ലവർ മെഡോസ് ഓഫ് ഈസാൻപൂർ എന്ന ഇംഗ്ലീഷ് നോവൽ എഴുത്തുകാരൻ UK സുരേഷ് കുമാറിന് നൽകി പ്രകാശനം ചെയ്തു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് MS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. TK ചന്ദ്രബാബു, PN ദേവി പ്രസാദ്, NS ജയൻ, TN അജയകുമാർ, AV സതീഷ്, വിശ്വനാഥൻ മങ്ങാട്, രതീഷ് രാധാകൃഷ്ണൻ, KA കൊച്ചുമോൻ, PA ഷമീർ എന്നിവർ സംസാരിച്ചു. അന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞിരുന്നു, ജില്ലപ്പിള്ളോട് ഇങ്ങനെ ഒരു അന്വേഷണമൊക്കെ വരുന്നുണ്ട്. എല്ലാ രസമാണ് ജീവിതം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഞാൻ ഏതൊരാൾക്ക് സമ്മാനം കൊടുക്കുന്നതിന് മുമ്പും അത് CV ശ്രീരാമനായാലും ഒക്കെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കേരളത്തിലെ ആൾക്കാർ ഞാൻ ഈ ഫീൽഡിൽ കുറിച്ചുള്ള കാരണമൊക്കെ എന്നോട് കുറേശ്ശൊക്കെ ചോദിക്കും. ഒരാൾക്കും കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല കേട്ടോ.
ഞാനും ഒരു സിനിമ നിർമ്മിച്ചു, അതിനും കിട്ടി വടക്ക് നോക്കിയേന്ദ്ര അവാർഡ്. പക്ഷെ അപ്പോഴേക്കും സാധനമൊക്കെ പലരുടെ കയ്യിലേക്ക് പോയി. വടക്ക് നോക്കിയേന്ദ്ര നമ്മുടെ കുറെ കാശും പോയി എന്ന് മാത്രം, വേറെ 1379. അതുകൊട്ടെ, അതൊന്നല്ലല്ലോ വിഷയതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് വിഷയതല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ് കേട്ടോ. ഇതൊക്കെയാണ് വിഷയം. 89. ഇതൊക്കെയാണ് വിഷയം, ഇതൊക്കെയാണ് ജീവിതം. സാഹിത്യകാരന്മാര്, അത് ദ്രോഹികളായാലും വരുമില്ല, ലൈബ്രറി പ്രവർത്തകന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യ നടക്കുകയാണ്. കിട്ടുന്നിടത്തുനിന്ന് കഞ്ഞി കുടിക്കും, അവിടെ കിടന്നുറങ്ങും. വലപ്പാട് ചരിവിൽ ക്ഷേത്ര സമിതിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചു. ക്ഷേത്ര കുടുംബത്തിലെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കാണ് അനുമോദനം ഏർപ്പെടുത്തിയത്. ക്ഷേത്രത്തിൽ നടന്ന അനുമോദന ചടങ്ങിന് ഭാരവാഹികളായ CG സുഭാഷ്, CK സഹജൻ, സുകുമാരൻ നാട്ടിക എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും പുസ്തക വിതരണവും നടത്തി. വിജയിച്ച SSLC +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് നമ്മൾ ക്ഷേത്രത്തിൻ്റെ വകയിൽ ഒരു ആദരവാണ് നടത്തുന്നത്. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ആദരവ് നടത്തുന്നത് സഹജൻ, സുഭാഷ്, അതുപോലെ തന്നെ സുകുമാരൻ, ഇവർ 3 ആളാണ് ഇതിൽ ചെയ്യുന്നത്. 4 വർഷത്തോളമായി നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ആദരിക്കുന്നത്. CPI നേതാവും മുൻ മന്ത്രിയുമായിരുന്ന കൃഷ്ണൻ കണിയാമ്പറമ്പിൽ സ്മാരക പൂർത്തീകരണ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി വാടനപ്പള്ളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്തല്ലൂർ മേഖലാ കമ്മിറ്റിയുടെ ബിരിയാണി ചലഞ്ചിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം മുൻ MP CN ജയദേവൻ നിർവഹിച്ചു. ഹരിലാൽ പണിക്കട്ടി ആദ്യ ബിരിയാണി കിറ്റ് സ്വീകരിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം CB സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPI മണലൂർ മണ്ഡലം സെക്രട്ടറി BR മനോജ്, ലോക്കൽ സെക്രട്ടറി അനിത് കുമാർ ആന്തുപറമ്പിൽ, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം അഷ്റഫ് വലിയകത്ത് എന്നിവർ സംസാരിച്ചു. MV അനിൽകുമാർ, സജീഷ് വാലപ്പറമ്പിൽ, KV സുദർശനൻ, ദിനേശൻ വാക്കാട്ട്, നന്ദകുമാർ ഇത്തിക്കാട്ട്, ദിനേശ് പൊയ്ക്കാലത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദീർഘകാലം യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാവായിരുന്നു അദ്ദേഹം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മളെ മാരകമായ 21 വർഷമായി. 1 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഒരു സ്മാരകം നിർമ്മിക്കണം എന്ന് മണലൂരിലെ പാർട്ടി തീരുമാനിച്ചത്. അതിവേഗതയിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും പൂർത്തിയായി. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെയും നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നതൊരു വെല്ലുവിളിയായിട്ട് മുഖത്ത് വന്നിട്ടുണ്ട്. അത്തരൊരു സാഹചര്യത്തിലാണ് പാർട്ടിയുടെ മണലൂർ മണ്ഡലം കമ്മിറ്റി കുറെ കൂടി പണം സംഭരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇത്തരമൊരു കൂടുതൽ ആളുകളെ കൂടുതൽ തുക നൽകി ബുദ്ധിമുട്ടിക്കുക എന്നതിൽ നിന്നിട്ട് സാധാരണക്കാരായ മുഴുവൻ ആളുകളെയും പങ്കാളിയാക്കുന്ന. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നോക്കാം. പാഴ്സൽ ലോറിയിൽ MDMA കടത്തിയ കേസിലെ വലപ്പാട് സ്വദേശി ബംഗളൂരുവിൽ പിടിയിൽ. വാടനപ്പള്ളിയിൽ സ്വകാര്യ ബസുമായി കൂട്ടിയിടിച്ച സ്കൂൾ ബസ് കടയിലേക്ക് പാഞ്ഞുകയറി. കനത്ത കാറ്റിൽ കയ്പമംഗലത്ത് വീടിന് മുകളിൽ തെങ്ങ് വീണു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.